ഇത്ര ലേറ്റ് ആയിട്ട് നീ അതിനെ കുറിച്ച് ആലോചിച്ചേ ഇല്ലേ? ഇല്ലടി, ഞാനൊരു ടെൻഷനില്. ഇത് നടന്നിട്ട് 72 മണിക്കൂറിനുള്ളിലായിരുന്നില്ല എന്തെങ്കിലും ചെയ്യായിരുന്നു. ഇതിപ്പോ 1 മന്ത് മേലെ. ഇത് തന്നെയാണ് ഉറപ്പാണോ? ഫസ്റ്റ് മന്തിലൊക്കെ വോമിറ്റിംഗ് ഉണ്ടാവോ? ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിയണ്ടേ? എല്ലാവർക്കും ഒരുപോലെ അല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ നാളെ രാവിലെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് മേടിച്ചിട്ട് വരാം. നീ നാളെ രാവിലെ എണീറ്റ് ആദ്യം ഒഴിക്കുന്ന യൂറിൻ കളക്ട് ചെയ്ത് വെക്കണം. ഒരു ഡ്രൈ ടൈമില് കുറച്ച് മതി. നമുക്ക് 3 ഡ്രോപ്സിന്റെ ആവശ്യമുള്ളൂ. എനിക്ക് പേടിയാവുന്നടി. നീ ടെൻഷൻ അടിച്ച് മമ്മിക്കും ചിമ്മിക്കും ഡൗട്ട് ഉണ്ടാക്കണ്ട. നാളെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി നോക്കാം. എങ്ങാനും അത് പോസിറ്റീവായോ? അതപ്പ ആലോചിക്കാം. ദയവ് ചെയ്ത് ഇപ്പൊ നീ ഇത് റൂബനോട് പോലും പറയരുത്. ഞാൻ നാളെ രാവിലെ വരാം. ബൈ. അന്നാമേ ഒന്നും ഉണ്ടാവില്ലടി, ഞാനല്ലേ കൂടെ. നീ എന്താ ഇവിടെ? അതെന്താ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഓന്റെ പൊന്നോ, മാറ്. കുക്കി എണീറ്റോ? അത് ശരി. അപ്പൊ അവളെ കാണാൻ വന്നതാണോ? പിന്നെ നിന്നെയോ? സാറിന് ഭയങ്കര തിരക്കല്ലേ? ഓ അങ്ങനെ. ഹാ. ആ കപ്പളങ്ങ ആരവോ പറിച്ചടാ. അയ്യോ, നീ എപ്പോ വന്നു? ഇപ്പൊ ഇങ്ങോട്ട് കേറിയുള്ളൂ. ഞാൻ കുക്കീനെ പോയി നോക്കട്ടെ. ആ എന്താടാ? ഒന്നുമില്ല. ഞാൻ കണ്ടു. എന്ത്? ഇട്ടനുണ്ട് മുത്തത്തിലെ ഇഷ്ടം ഇരുക്ക, ഇല്ല ഇംഗ്ലീഷ് മുത്തത്തിലെ കഷ്ടം ഇരുക്ക. അയ്യേ, കഷ്ടം. കുക്കി. ആ, കിട്ടിയോ? ആ, യൂറിൻ എടുക്ക. ഞാനിനി എന്ത് ചെയ്യും? ഞാൻ, മമ്മി, ചിമ്മി, റൂബൻ, എല്ലാരോടും എന്ത് പറയും? എല്ലാരോടും, മമ്മിയോടും ചിമ്മിയോടും ഞാൻ എന്ത് പറയും? ആരും ഒന്നും അറിയില്ല. നമുക്കത് കളയാം. നീ പേടിക്കണ്ട. അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ കൊല്ലാന്ന് പറഞ്ഞ? ഇനിയിപ്പൊ 5 വീക്സേ ആയിട്ടുള്ളൂ. അതിനൊരു കുഞ്ഞിന്റെ ഷേപ്പ് പോലും ആയിട്ടില്ല. എന്നാലും അതൊരു ജീവനല്ലേ? ശരി, എന്നാ നീ അതിനെ പ്രസവിക്കും. എന്താ, പറ്റോ? അബോർഷൻ അല്ലാതെ വേറെ എന്ത് ഓപ്ഷനാണ് നിന്റെ മുമ്പിലുള്ളത്? എനിക്കറിയില്ല. ഇതേ പെണ്ണ, എനിക്ക് ഭ്രാന്താവുന്നുണ്ട്. റൂബനോട് നീ ഒന്ന് ഒപ്പീനിയൻ ചോദിച്ചു നോക്ക്. അവന് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം വേഗം നടത്തിയ പോരെ? വേണ്ട, അയാളുടെ കുഞ്ഞിന് വേണ്ട. നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. റൂബനോട് ഇത് പറയണ്ട. He's doing a lot for me. എത്രയൊക്കെ അവൻ പുറത്ത് ഓക്കെ ആണെന്ന് കാണിച്ചാലും അവനൊരു മനുഷ്യനല്ലേ. എന്തായാലും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാന്ന് ഞാൻ മമ്മിയോട് ചോദിച്ചു നോക്കട്ടെ. ഡേ, ആന്റി എന്റെ മമ്മിയോട് പറഞ്ഞ? നിനക്കാന്ന് ഞാൻ പറയില്ല. നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കും. നമുക്ക് ഓക്കെ ആക്കല്ല. ഇതെന്തുവാടാ? ഇത് ഓഫീസിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് ഹാമ്പറാടാ. ഫ്രൂട്ട്സും നട്ട്സും ചോക്ലേറ്റും ഒക്കെ ഉണ്ടടാ. എന്നാ, താങ്ക് യു. ഡി, നീ നാളെ ഇങ്ങോട്ട് വരുമോ? അവിടെ ഞാൻ വന്നാ ശരിയാവില്ല. ആ, ഞാൻ വരാം. താൻ ടൗണിലോട്ടാണോ? ആ, അന്നയുടെ വീട്ടിൽ പോവാ. എന്നാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ, ഞാൻ പൊക്കോളാം. താൻ തന്നെയല്ലേ എല്ലാം മറക്കാന്ന് പറഞ്ഞ, പിന്നെന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? ഏയ്, അതൊന്നുമല്ല. ശരി, ഞാൻ വരാം. താൻ ഓക്കെ അല്ലേ? എന്തോ ടെൻഷനുള്ള പോലെ. ഏയ്, ഞാൻ ഓക്കെയാണ്. കല്യാണമൊക്കെ എവിടെ വരെ? ഉറപ്പിച്ചിട്ടൊന്നുമില്ല, സംസാരിച്ചു വെച്ചതേ ഉള്ളൂ.
ചിമ്മയാളുടെ ഫോട്ടോ കാണിച്ചു തന്നു. ഹി ലുക്സ് വെരി ഹാൻസം. അപ്പൊ ശരി, ഈവനിങ് കാണാം. താങ്ക് യു ക്രിസ്റ്റി. കേറിപ്പോരെ. ക്രിസ്റ്റിയല്ലേ കൊണ്ടാക്കിയേ? ആന്റി എന്താ പറഞ്ഞ? 2 ഓപ്ഷനാണ് ഉള്ളത്. 1 മെഡിക്കൽ, 2 സർജിക്കൽ. സർജറി ഒക്കെ വീട്ടിലറിയും, ടാബ്ലറ്റ് മതി. പക്ഷെ അതിലും റിസ്ക് ഉണ്ട്. ഈ മെഡിക്കൽ എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ടാബ്ലറ്റ് വെച്ച് അബോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് നീ ഡോക്ടറുടെ അടുത്ത് തന്നെ പോണം. മെയിൻ ടാബ്ലറ്റിന് മുമ്പ് വേറൊരു ടാബ്ലറ്റ് തരും. എന്നിട്ട് 2 ആഴ്ച നോക്കും. അത് കഴിഞ്ഞ് അബോർഷനുള്ള ടാബ്ലറ്റ് തരും. അത് കഴിച്ചാൽ പീരീഡ്സ് ആവും പോലെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും. നല്ല ഫ്ലോയും പെയിനും ഉണ്ടാവും. കൂടെ ഫീവറിനും ഡയറിയയ്ക്കും ഉള്ള ചാൻസും ഉണ്ട്. അയ്യോ, അപ്പൊ മമ്മീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ അറിയില്ലേ ഞാൻ അബോർഷൻ പിൽസ് കഴിച്ചു? അറിയും. അയ്യോ, അത് വേണ്ട. ഈ പെട്ടെന്ന് പീരീഡ്സ് ആവാനുള്ള ടാബ്ലറ്റ് കഴിച്ചാലോ? ഡോക്ടറുടെ സ്ലിപ്പ് വേണം. മാത്രല്ല മെഡിക്കൽ 100% എഫക്റ്റീവ് ആവണമെന്ന് ഉറപ്പില്ല. പക്ഷെ സർജറി വീട്ടിൽ പൊക്കൂലേ? മമ്മി ഇല്ലാണ്ട് ഞാനെങ്ങനെ സർജറിക്ക് പോകും? മമ്മീനെ ഒഴിവാക്കിയാൽ തന്നെ ഞാൻ എത്ര ദിവസം വീട്ടിൽ നിന്ന് മാറിക്കും? ദിവസങ്ങളൊന്നും വേണ്ട. സർജറി കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം നിനക്ക് വീട്ടിൽ പോവാം. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ചെറിയ ബ്ലീഡിംഗ് ഉണ്ടാവുന്നുള്ളൂ. 100% എഫക്റ്റീവ് ആണ്. അപ്പൊ സർജറി ആണല്ലേ എളുപ്പം? അതെ, ബട്ട് ചെറിയൊരു സീൻ ഉണ്ട്. എന്താ? പാരന്റ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ സൈൻ വേണം നേരിട്ട് വന്ന്. ആ ബെസ്റ്റ്. അതിലും ഭേദം ഞാൻ സൂയിസൈഡ് ചെയ്യുന്നതാ. നീ ടെൻഷൻ അടിക്കലേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നിനക്ക് പറയാം, എന്റെ അവസ്ഥ എനിക്ക് അറിയൂ. അല്ലാണ്ട് ഞാൻ എന്ത് പറയും? അല്ലടി, നിനക്ക് ഛർദി കണ്ടിന്യൂസ് ആയിട്ടുണ്ടോ? ഇല്ല. അത് തന്നെ ഭാഗ്യം. ഇല്ലെങ്കിൽ എപ്പോ പൊക്കിയെന്ന് ചോദിച്ചാ മതി. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുക എന്തോ. ക്രിസ്റ്റിയ ഇറങ്ങിയോ ചോദിക്കാനാവും. എടുക്ക്. ഹലോ. ആ കുക്കി, നീ ഇപ്പൊ വീട്ടിൽ പോകുന്നുണ്ടോ? എന്താ? ഞാൻ ഹോട്ടലിലാ. ഇവിടെ നല്ല തലശ്ശേരി ബിരിയാണി കിട്ടും. നിനക്ക് വേണോ? മമ്മിക്കും ചിമ്മിക്കും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ മേടിക്കട്ടെ? ഓക്കെ, ഞാൻ 15 മിനിറ്റിൽ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ. എന്താടി? തലശ്ശേരി ബിരിയാണി മേടിക്കണോ? എന്ത് ബിരിയാണി? ബിരിയാണി മേടിച്ചോ? നീയല്ലേ വേണ്ട പറഞ്ഞേ. ഇപ്പൊ തിന്നാനൊരു മൂഡ്. ഞാൻ ഒക്കെ മാത്രമേ മേടിച്ചുള്ളൂ. എന്റെ ഞാൻ തരത്തില്ല. തെറി പറയരുത്. എന്താ? ഞാൻ മമ്മിയുടെ നിനക്ക് അബോർഷൻ എന്ന് പറഞ്ഞു. നീ എന്ത് പണിയാ കാണിച്ചേ? ഒച്ച വെക്കലേ, അല്ലാണ്ട് പിന്നെ സർജറി ചെയ്യാൻ നീ പർദ്ദയിട്ട് പോയ അകത്തോട്ട് കയറ്റുവോ? എന്നാലും നീ പേടിക്കണ്ട, മമ്മി ആരോടും പറയില്ല. നീ കേൾക്കേണ്ടതൊക്കെ ഞാൻ കേട്ടു. അവസാനം ഞാൻ ഉണ്ടായതെല്ലാം പറഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് വീക്ക് ചെയ്യാൻ പറഞ്ഞു. ഈ വീക്ക് മമ്മി ഫ്രീ അല്ലാന്ന്. പിന്നെ ലിവിങ് ടുഗദറിലാണെന്ന് പറഞ്ഞെങ്കിലും ആരെയും കൊണ്ട് വന്ന് കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ സമ്മതമാണെന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ മെന്റലി പ്രിപ്പയർഡ് അല്ലാണ്ട് കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ ഗർഭിണിയുടെ സമ്മതം മാത്രം പോരെ? അതിനൊന്നുകിൽ നീ മാരീഡ് ആയിരുന്നിരിക്കണം, അല്ലെങ്കിൽ പാരന്റ്സിന്റെ സൈൻ വേണം. ഞാൻ മാരീഡ് ആണല്ലോ. പക്ഷെ തെളിവില്ലല്ലോ. എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. നെക്സ്റ്റ് വീക്ക് ആവട്ടെ. അതുവരെ ദയവ് ചെയ്ത് ടെൻഷൻ അടിച്ച് നടന്ന് ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഉണ്ടാക്കരുത്. എല്ലാം ഓക്കെ ആവും. ട്രസ്റ്റ് മീ. ഈ ഫോട്ടോ കൊള്ളാം. മമ്മി പള്ളി പോയോ? പോയി. ഇപ്പൊ വരാനായല്ലോ. ആന്റിക്ക് 100 വയസ്സാണല്ലോ. 3 കൂടെ എന്റെ കുറ്റം പറയായിരുന്നു കാണും അല്ലേ? യെസ് ഓഫ് കോഴ്സ്. എനിക്കറിയാടാ. നീ കുക്കി, നിന്റെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ. എന്തിനു? നാളെ പള്ളിയിൽ നിന്ന് ധ്യാനത്തിന് പോവാ, മലയാറ്റൂർക്ക്. അതിന് ഞാനെന്തിനാ? ഒരു വീട്ടിൽ നിന്ന് 2 പേരെങ്കിലും പോകണം. അയ്യണി, ഞാനൊന്നും വരത്തില്ല. വേണേ ഇവനെ കൂട്ടിട്ട് പോക്കാം. പിന്നെ ഞാൻ മമ്മി ഇത് ഇവനെ മോനാന്ന് പറഞ്ഞു കൊണ്ടുപോയിക്കോ. എനിക്ക് വർക്കുണ്ട്. കുക്കി തന്നെ വരും. ഞാൻ വരില്ല മമ്മി. കാണാം. കാണാം. പെണ്ണിന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഇനി അതിന് രണ്ടും കൂടെ വഴക്കിടണ്ട. ഞാൻ വരാം. നീ എല്ലാത്തിനും അവളെ താളത്തിന് തുള്ളിക്കോ. എനിക്ക് വേറെ ആരാ ഉള്ളേ? നാളെ വെളുപ്പിന് പള്ളിയിലെത്തണം. പിന്നെ നമുക്ക് ഇവിടുന്ന് കയറാം. അവരോട് ബസ് എടുക്കുമ്പോ ഒന്ന് വിളിക്കാൻ പറ. അതാ നല്ലത്. നീ നാളെ ഈവനിങ് വീട്ടിൽ പോകുന്നുണ്ടോ? ഞാൻ പോയ കുക്കി ഒറ്റയ്ക്കാവില്ലേ 2 നൈറ്റ്? അതാ ഞാൻ ചോദിച്ചേ. ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. അത് വേണ്ട മോനെ, നീ എന്നാ ഈ ആഴ്ച വീട്ടിൽ പോണ്ട.
കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ആന്റി, നിങ്ങൾ നാളെ പോയിട്ട് വാ. നേരത്തെ കാലത്ത് എണീറ്റ് ഇവൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് വല്ലതും വെച്ചുണ്ടാക്കി കൊടുക്കണം. ഇയ്യ, ഞാൻ ഇവന്റെ ഭാര്യയോ? ഡി, മമ്മിയും ചിമ്മിയും നാളെ ധ്യാനത്തിന് പോവാ. ആ ചിമ്മി എന്നെ വിളിച്ചായിരുന്നു. ഡി, ആന്റി നെക്സ്റ്റ് വീക്ക് ഫ്രീ ആവുന്നല്ലേ പറഞ്ഞേ? ഇന്ന് വ്യാഴം, നാളെ അവർ പോവും. ഒരു തിങ്കൾ ചൊവ്വയായിട്ട് സർജറി ചെയ്താലോ? ആ ഞാൻ ചോദിച്ചു നോക്കാം. ഡി, സൈൻ ചെയ്യാനുള്ള ആളോ? അത് ഞാൻ സെറ്റാക്കാം. എല്ലാം ഓക്കെ ആവൂടി? ഡി, നീ കട്ടാക്കി എന്നെ റൂപം വിളിക്കുന്നുണ്ട്. ആ ഓക്കെ. വീടൊക്കെ വൃത്തിക്ക് നോക്കിക്കോണം. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ വീട് ഇതുപോലെ തന്നെ ഇവിടെ കാണണം. ഓ, അവരെണീറ്റിട്ടുണ്ടാവില്ല അല്ലേ? അത് എന്നോടാണോ ചോദിക്കുന്നത്? എന്റെ പൊന്നോ, വാ വന്ന് വാതിലടക്കി എന്നിട്ട് പോയി കിടന്നുറങ്ങിക്കോ. ഇനിയിപ്പോ ഉറങ്ങണ്ട, പൊടി ഇരിപ്പുണ്ട്, പുട്ടുണ്ടാക്കിക്കോ. എന്നെ കൊണ്ടൊന്നും വയ്യ, ഞാൻ കുറച്ച് കഴിഞ്ഞ് എണീറ്റുണ്ടാക്കിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേ. ആടാ. കിടന്നുറങ്ങി പോണ്ട. ഇല്ല മമ്മി. അവര് പോയോ? വെളുപ്പിന് പോയി. ബ്രഷ് ചെയ്തിക്കോ, പുട്ടും പഴവും റെഡി. നീ കഴിച്ചോ? ഇല്ല, പല്ല് കേൾക്കണം. എന്നാ വാ. കുക്കി, എന്താ പറ്റിയേ? ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ പോണോ? നോ. ഏത് ടാബ്ലറ്റ് ഉണ്ടോ? ഇല്ല. എന്നാ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വരാം. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ വെറും വയറ്റിൽ എന്തെങ്കിലും കഴിച്ചോ? ഒരു ഓറഞ്ച്. ആ പുളിയുള്ളതോ? ചുമ്മാതല്ല. ഫുഡ് കഴിച്ച് പോയി കിടന്നുറങ്ങിക്കോ. ലഞ്ച് ഞാൻ ഉണ്ടാക്കാം. അയ്യോ വേണ്ട, യൂട്യൂബ് നോക്കി ഉണ്ടാക്കാനല്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കിക്കോളാം. വേണ്ട, താൻ റെസ്റ്റ് എടുത്തോ, ഞാൻ ഓർഡർ ചെയ്യാം. എന്നാ പുറത്തുപോയി കഴിച്ചാലോ? ഗുഡ് ഐഡിയ. അപ്പൊ ഒരു 12:30 പോവാം. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഓക്കെ ഡൺ. ഞാൻ റെഡി. ഞാനും റെഡി. പോവാ.